എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ആ ഒരു വില്ലന്മാര് അവരൊരു വലിയ ഗ്രൂപ്പായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് മാസ്റ്റർ ആളുടെ മഞ്ഞ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അവരെ നേരിടാൻ അവരുടെ തൊട്ടടുത്തേക്ക് പോകും. ആക്ച്വലി ഈ വില്ലന്മാരെല്ലാവരും ഇപ്പൊ അവിടേക്ക് വന്നത് നമ്മുടെ ചിരിക്കുട്ടിന് വേണ്ടിയാണ്. അപ്പൊ ആ വില്ലന്മാരുടെ ലീഡർ അവൻ പറയും, ഇതിലൊരു 5-6 പിള്ളേരെ തല്ലിക്കൊന്നാ മതി, ചിരിക്കുട്ടൻ അവൻ പറന്നു വരും. നമ്മുടെ സ്വത്തുമണികള് അവര് പേടിച്ചു വരച്ച് ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ്. സ്പേസ് ഹീറോ പറയും, ആ വില്ലന്മാരുടെ നേതാവ് അവൻ വളരെ ബ്രൂട്ടലാണ്, അവൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ പേടിപ്പിക്കുകയാണ്. ഉടനെ സ്പേസ് ഹീറോ അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെ ഇപ്പൊ വിവരം അറിയിക്കാൻ ശ്രമിക്കും. പക്ഷെ ഓൾറെഡി ഏതോ ഒരു വില്ലൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ ഇപ്പൊ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അതില് ഒരു സ്റ്റുഡന്റിന് മാത്രം റേഡിയോ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഉണ്ട്. മാസ്റ്റർ അവനോട് പറയും, നീ എങ്ങനെയെങ്കിലും നിന്റെ പവർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും പുറത്തുള്ള സൂപ്പർ ഹീറോസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്ക്. മാസ്റ്റർ പതിയെ ഇപ്പൊ വില്ലന്മാരുടെ അടുത്തേക്ക് പോവും. അതുകൊണ്ട് ഹീറോ പറയും, മാസ്റ്റർ ഒറ്റയ്ക്ക് പോകണ്ട, മാസ്റ്റർ ഹെൽപ്പ് ചെയ്യാൻ ഞാനും കൂടെ വരാം. അത് കേട്ട് മാസ്റ്റർ ചിരിക്കും. ആദ്യം നീ നിന്റെ പവർ അത് കൺട്രോൾ ചെയ്യാൻ പഠിക്ക്, എന്നിട്ട് പിന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് മാസ്റ്റർ ഓടി വന്ന് ഇപ്പൊ വില്ലന്മാരുമായിട്ട് ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്യും. മാസ്റ്റർ ഓരോരോ വില്ലന്മാരുടെ പവറായിട്ട് ഇപ്പൊ എറേസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് സിമ്പിൾ ആയിട്ട് ഓരോ വില്ലന്മാരെയും തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. മാസ്റ്റർ അങ്ങനെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ ഇവിടെ സ്റ്റുഡൻസ് ആവട്ടെ അവര് മറ്റൊരു ഭാഗത്തൂടെ ഇപ്പൊ പുറത്തേക്ക് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു വില്ലൻ അവരുടെ മുൻപിലേക്ക് വരും. ഇവിടെ മാസ്റ്റർ ആളുടെ കണ്ണടഞ്ഞു പോവാതെ കണ്ണ് തുറപ്പിച്ചു പിടിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം മാസ്റ്റർ കണ്ണടക്കുകയാണെങ്കിൽ മാസ്റ്റർ കൺട്രോൾ ചെയ്ത അവരുടെ പവർ അതവർക്ക് തിരികെ കിട്ടും. മാസ്റ്റർ കണ്ണ് തുറപ്പിച്ചു വെച്ച് അവരുമായിട്ട് വീണ്ടും വീണ്ടും ഇപ്പൊ ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് അവരുടെ മുൻപിൽ വന്ന ആ ഒരു വില്ലനെ ഇപ്പൊ എടുത്തിട്ട് ഇടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ കരുതും അവന്റെ കഥ കഴിഞ്ഞു, ഇനി പ്രശ്നം ഒന്നുമില്ലാന്ന്. പക്ഷേ അവനൊരു പോറല് പോലും സംഭവിക്കാതെ ഇപ്പൊ ഹായായിട്ട് പുറത്തേക്ക് വരും. വില്ലൻ ഉടനെ അവരെ എല്ലാവരെയും ഓരോരുത്തരായി പിരിച്ചു നിർത്തും. എന്നിട്ട് ഒരുപാട് വേദനിപ്പിച്ച് അവരോരോരുത്തരെയായിട്ട് ഇപ്പൊ തല്ലി കൊല്ലാണ്. ഹീറോയ്ക്ക് കലി കയറി വില്ലനെ ഇടിക്കാനായിട്ട് ഓടിയെടുക്കും. പക്ഷേ വില്ലൻ ഹീറോയെ തൂക്കിയെടുത്ത് ഇപ്പൊ കടലിലേക്ക് വലിച്ചെറിയും. എന്നിട്ടും വിടാതെ ഹീറോയെ കടിക്കാനായിട്ട് അവന്റെ തൊട്ടടുത്തെത്തും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ തവളപ്പെണ്ണ് അവളുടെ നാവ് ഉപയോഗിച്ച് ഹീറോയെ ചുരുട്ടിയെടുത്ത് അടുത്തൊരു കപ്പലിലേക്ക് ഇപ്പൊ വലിച്ചെറിയും. ഹീറോ ഓടി വന്ന് ഇപ്പൊ തവളപ്പെണ്ണിനോട് താങ്ക്സ് പറയും. പക്ഷെ അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് മനസ്സിലാവുക ഇവരുടെ ലക്ഷ്യം അത് ചിരിക്കുട്ടനാണ്. അതുകൊണ്ടാണ് വില്ലന്മാരാദ്യം സ്കൂളിലെ മീഡിയാസിനെ അയച്ച് സ്കൂളിലുള്ള ആളുകളുടെ ശ്രദ്ധ തെറ്റിച്ച് ചിരിക്കുട്ടനെ കണ്ടുപിടിക്കാനായിട്ട് ഗേറ്റ് പോലും തല്ലി തകർത്ത് സ്കൂളിലേക്ക് വന്നത്. അപ്പൊ വയലറ്റ് തലയൻ സ്റ്റുഡന്റ് അവനിപ്പോ ഹീറോയോട് ചോദിക്കും, ചിരിക്കുട്ടൻ മാസ്റ്റർ നമ്മളെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് വരുമോ? അതിന് ഹീറോ മറുപടി ഒന്നും പറയാതെ ഇപ്പൊ തലകുനിച്ച് അങ്ങനെ നിൽക്കും. ഹീറോയ്ക്ക് മനസ്സിലാവും അവർക്ക് ചിരിക്കുട്ടനെ കൊല്ലാനല്ല, മറിച്ച് അവനെ ഉപയോഗിച്ച് എന്തൊക്കെയോ കാര്യങ്ങള് ഇവർക്ക് നേടാനുണ്ട്. അതുകൊണ്ടാണ് ഇവര് വലിയൊരു സന്നാഹമായി ഇപ്പൊ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതേ സമയത്ത് ആ വില്ലന്മാരെല്ലാവരും ചേർന്ന് ഹീറോ നിൽക്കുന്ന കപ്പലിന് ചുറ്റും അങ്ങനെ നീന്തി വരികയാണ്. ഹീറോയ്ക്കറിയാം അവർക്ക് ആവശ്യം ചിരിക്കുട്ടനെയാണ്. കാരണം ഇവരെ എല്ലാം ചെറുത്ത് നിൽക്കാനുള്ള പവർ അത് ചിരിക്കുട്ടന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിരിക്കുട്ടനെ തകർക്കുകയാണെങ്കിൽ അവർക്ക് ഈ രാജ്യം തന്നെ പിടിച്ചടക്കാൻ കഴിയും. ഹീറോ ഇപ്പോ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കും. എന്നെ വിശ്വസിച്ചാണ് ചിരിക്കുട്ടൻ അവന്റെ പവർ എനിക്ക് തന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇവരെ ഞാൻ തടയും. ഇവരാരും ചിരിക്കുട്ടന്റെ അടുത്തെത്താൻ പാടില്ല. ഹീറോ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ഒക്കെ കൂട്ടി അവരെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ചിരിക്കുട്ടനാവട്ടെ അക്കാദമിയിലേക്ക് വിളിച്ച് സ്റ്റുഡൻസിനെയും മാസ്റ്ററിനെയും ഇപ്പൊ കണക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ലൈൻ കണക്ട് ആവില്ല. കാരണം ഓൾറെഡി വില്ലന്മാര് ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ ഇപ്പൊ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചിരിക്കുട്ടന് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്. ഉടനെ അതെന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞ് അവനിപ്പോ സൂപ്പർ ഹീറോ ആയി മാറും. അവനെ കൊണ്ട് 3 മണിക്കൂർ മാത്രമേ സൂപ്പർ ഹീറോ ആയിട്ട് ഇരിക്കാൻ കഴിയൂ. ഹീറോ പുറപ്പെടാൻ നിൽക്കുന്ന അതേ സമയത്ത് അവരുടെ സ്കൂളിലെ പ്രിൻസിപ്പള് ചിരിക്കുട്ടന്റെ അടുത്തേക്ക് വരും. അവന്റെ പവറുകളെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ പുകഴ്ത്താൻ തുടങ്ങും. പക്ഷെ വീണ്ടും ഇപ്പൊ ചിരിക്കുട്ടന്റെ പവർ പോയി അവൻ മെലിഞ്ഞുണങ്ങും. അത് കണ്ട് പ്രിൻസിപ്പൾ പറയും,
നീ നിന്റെ പവർ അത് എത്രയും പെട്ടെന്ന് മറ്റാർക്കെങ്കിലും കൊടുക്കണം. എന്നിട്ട് അവനെ ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുട്ടനെ ഉപദേശിക്കാൻ തുടങ്ങും. ചിരിക്കുട്ടനാണെങ്കിൽ ഇപ്പൊ ചത്താ മതിന്നാവും. അപ്പൊ അതേ സമയത്ത് ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് ഓരോ വില്ലന്മാരായിട്ട് ഇപ്പൊ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ഒരുപാട് കൈയുള്ളവൻ അവന്റെ കയ്യിലെ ചെവി ഉപയോഗിച്ച് ഓരോ വില്ലന്മാരെയും സ്പോട്ട് ചെയ്ത് അടിക്കുകയാണ്. പക്ഷെ ഇതുവരെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത് തകർത്ത ആ ഒരു വില്ലനെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്പേസ് ഹീറോ കണ്ണാടി പയ്യനോട് പറയും, നിനക്ക് സ്പീഡിൽ ഓടാൻ നല്ല കഴിവില്ലേ, നീ എത്രയും പെട്ടെന്ന് പുറത്തു കടന്ന് സ്കൂളിലേക്ക് ഓടിച്ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അവിടെ പറയണം. പക്ഷെ ആ ഒരു കരിവില്ലൻ അവൻ ഗേറ്റിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആരെയും പുറത്തേക്ക് പോവാൻ അവൻ അനുവദിക്കില്ല. അതിന് ബാക്കിയുള്ള സ്റ്റുഡൻസ് അവരെല്ലാവരും റെഡിയാവും. എങ്ങനെയെങ്കിലും കണ്ണാടിപ്പയ്യനെ പുറത്തെത്തിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഇപ്പൊ എല്ലാവരും നടന്നെടുക്കും. നമ്മുടെ ആൾക്കാരെ കണ്ടുടനെ വില്ലനാവട്ടെ ഒരു ബ്ലാക്ക് ഹോൾ പവർ ഉപയോഗിക്കും. പക്ഷെ സ്പേസ് ഹീറോ ആള് ചില്ലറക്കാരനല്ല. ആളുടനെ ആളുടെ പവർ ഉപയോഗിച്ച് അവനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ഹീറോയിൻ ടീമും അവരിപ്പോഴും ആ കപ്പലിന്റെ അകത്ത് പെട്ടുകിടക്കാണ്. അവർക്ക് ചുറ്റും വില്ലന്മാരാവട്ടെ അവരെ നിരീക്ഷിച്ചുകൊണ്ട് വെള്ളത്തിൽ തന്നെ കിടക്കും. അപ്പോഴായിരിക്കും ഹീറോ ഇവരെന്തുകൊണ്ടായിരിക്കും ഇത്രയും സമയമായിട്ടും വെള്ളത്തിൽ തന്നെ കിടക്കുന്നത്? ഒരു പക്ഷേ ഇവര് വെള്ളത്തിൽ വെച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിരിക്കോ? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വില്ലന്മാർക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സൂപ്പർ പവർ അതെന്താണെന്ന് അറിയില്ല. കാരണം അതുകൊണ്ടാണ് തവളപ്പെണ്ണിനെ അവരെടുത്ത് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. കാര്യം അവർ ഒരുപാട് പേരുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് കപ്പലിന്റെ അകത്തേക്ക് വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ മടിക്കുന്നത്. അപ്പൊ തവളപ്പെണ്ണ് പറയും, എനിക്ക് ഒരുപാട് പവറുകളുണ്ട്, എനിക്ക് വലിയ ഹൈറ്റില് ജമ്പ് ചെയ്യാൻ പറ്റും, മാത്രമല്ല വലിയ വലിയ ബിൽഡിങ്ങുകളില് സ്പൈഡർമാനെ പോലെ കൂളായിട്ട് ഞാൻ വലിഞ്ഞു കയറും, എന്റെ നാക്ക് 20 മീറ്റർ ദൂരത്തേക്ക് പോലും എനിക്ക് കൊണ്ടുപോകാൻ കഴിയും, മാത്രമല്ല എന്റെ വയറ് അത് പുറത്തെടുത്ത് കഴുകാൻ പോലും എന്നെ കൊണ്ട് കഴിയും. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹീറോ ആവട്ടെ അവൻ തല താഴ്ത്തി നിൽക്കും. കാരണം ഹീറോയ്ക്ക് പവറുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനായിട്ട് അവനെ കൊണ്ടാവില്ല. കാരണം അതിനെ കൺട്രോൾ ചെയ്യാൻ അവൻ അറിയില്ല. അപ്പൊ വയലറ്റ് തലയും പറയും, എന്റെ പവർ കൊണ്ട് ആക്ച്വലി യാതൊരു യൂസും ഇല്ല. എന്റെ തലയിൽ കാണുന്ന ഈ ഒരു ബോൾസ് അതെവിടെയെങ്കിലും എനിക്ക് വെറുതെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരിപ്പൊ പൊട്ടിക്കരയും. അപ്പൊ ആ സമയത്ത് ഇപ്പൊ വില്ലന്മാര് ഹീറോയിൻ ടീംസും ഉള്ള ആ ഒരു കപ്പല് അത് രണ്ടായിട്ട് വെട്ടിയെറിയാണ്. കപ്പൽ ഇപ്പൊ പതിയെ പതിയെ മുങ്ങാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് പേടിച്ചു വിറച്ച് ഇപ്പൊ വയലറ്റ് തലയൻ അവൻ നോ എന്ന് പറഞ്ഞ് അലറിക്കരയും. ഈ കപ്പല് മുങ്ങിയ ഞാൻ ഉറപ്പായിട്ട് മരിക്കുമെന്ന് പറഞ്ഞ് അവന്റെ തലയിലുള്ള ബോൾസ് അത് വില്ലന്മാർക്ക് നേരെ ഇപ്പൊ വലിച്ചെറിയും. ബോൾസ് കാണുമ്പോ അത് ബോംബാണെന്ന് കരുതി വില്ലന്മാരാവട്ടെ മാറി നിൽക്കും. അപ്പൊ അതേ സമയത്ത് വില്ലന്മാരും അവരും കുറച്ച് ടെൻഷനിലാണ്. കാരണം അവരുടെ പവർ അത് വെള്ളത്തിൽ വെച്ചാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ആവുക. നമ്മുടെ ചെക്കനാവട്ടെ എന്തും വരട്ടെ എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് ഇപ്പൊ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ഹീറോയെ കണ്ട് വില്ലന്മാര് അവന്റെ അടുത്തേക്ക് ഓടി വരുമ്പോ ഹീറോ ആവട്ടെ അവന്റെ പവർ മുഴുവൻ അതവന്റെ 2 വിരലിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ വെള്ളത്തില് ഇപ്പൊ വലിയൊരു ചുഴി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. വില്ലന്മാർ ഓരോരുത്തരായിട്ട് ഇപ്പൊ ആ ചുഴിയിലേക്ക് വീഴാൻ തുടങ്ങും. നമ്മുടെ ഹീറോ അവൻ വിളിച്ചു കാറുമ്പോ തവളപ്പെണ്ണ് അവള് ചാടി വന്ന് ഹീറോയെ തൂക്കിയെടുത്ത് അവിടുന്ന് ദൂരേക്ക് കൊണ്ടുപോകും. വയലറ്റ് തലയൻ അവന്റെ ബോൾസ് അതാ വില്ലന്മാർക്ക് നേരെ ഇപ്പൊ വലിച്ചെറിയും. അവര് പരസ്പരം ഒട്ടി ഒന്നനങ്ങാൻ കൂടെ പറ്റാതെ ഇപ്പൊ ചുഴിയിൽ പെട്ട് അങ്ങനെ വെള്ളത്തിനടിയിലേക്ക് പോവും. ഇവിടെ ഹീറോ അവന്റെ 2 വിരലും തകർന്ന് തരിപ്പണമായി വേദനയെടുത്ത് പൊട്ടിക്കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.